ഭേദപ്പെട്ട വില ലഭിക്കുമ്പോഴും രോഗബാധയും തൊഴിലാളിക്ഷാമവും ഇടുക്കിയിലെ ഏലം കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. ജലസേചന സംവിധാനമില്ലാതെ ചെടികൾ കരിഞ്ഞുണങ്ങുന്നതും ഏലം കൃഷിക്ക് വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. 1 കിലോ ഏലത്തിന് ഇപ്പോൾ ശരാശരി 2500 രൂപ വിലയുണ്ട്. ഭേദപ്പെട്ട ഉൽപ്പാദനവും ലഭിക്കുന്നു. ഇതിനിടയിലാണ് രോഗബാധ. മൊസൈക്ക്, പോളപൊളിച്ചിൽ തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനാകാതെ ആശങ്കയിലാണ് കർഷകർ. സ്ഥിരമായി തൊഴിലാളികളെ കിട്ടിയാൽ മാത്രമേ ഏലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. അതുകൊണ്ട് തന്നെ തൊഴിലാളിക്ഷാമവും ഏലം മേഖലയ്ക്ക് തിരിച്ചടിയാണ് നൽകുന്നത്. ഉൽപ്പാദനം താരതമ്യേന ശരാശരി ഉൽപ്പാദനം ഉണ്ടെങ്കിലും വില ഇപ്പം മരുന്നിൻ്റെയും വളത്തിൻ്റെയും വില അനുസരിച്ച് നമുക്കത് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ലാഭകരമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എങ്കിലും ശരാശരി പിടിച്ചു നിൽക്കാമെന്ന് മാത്രമേ കഴിയുന്നുള്ളൂ. അതുപോലെ തന്നെ രൂക്ഷമാണ് തൊഴിലാളി ക്ഷാമവും. എത്രമാത്രം ഉൽപ്പാദിപ്പിച്ചെടുത്താൽ തൊഴിലാളി ക്ഷാമം അതിഭീകരമാണ്. കാരണം ഇതിൻ്റെ മറ്റെല്ലാ വിളകളും പോലല്ല, ഏലം കൃത്യമായി ആ സമയത്ത് പറിച്ചെടുക്കുക, അത് സംസ്കരിച്ചെടുക്കുക എന്നൊരു ഭയങ്കര വെല്ലുവിളി എന്ന് കരുതുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വേനലിൻ്റെ തുടക്കത്തിൽ തന്നെ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങുകയാണ്. പച്ചവല വിരിച്ചാണ് പലരും ചെടികൾ സംരക്ഷിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കർഷകർ ബുദ്ധിമുട്ടുന്ന സാഹചര്യവുമുണ്ട്. ന്യൂസ് 18 ഇടുക്കി.